മനുഷ്യന്റെ പ്രഥമ ദൃഷ്ടി എത്രമാത്രം പരിമിതമാണ് എന്ന് മൂസാ നബിയുടെയും ഖിളിറിന്റെയും സംഭവം നമ്മോട് സംസാരിക്കുന്നുണ്ട്, നമ്മളോട് പറയുന്നുണ്ട്. പാവപ്പെട്ട മുക്കുവന്മാരുടെ കപ്പലിൽ മൂസാ നബിയും ഖിളിറും കയറിയപ്പോൾ ഖിളിർ അലൈഹിസ്സലാം കപ്പലിന് ദ്വാരമുണ്ടാക്കുന്നു. മനുഷ്യന്റെ ദൃഷ്ടിയിൽ പാവപ്പെട്ട മുക്കുവന്റെ ഉപജീവന മാർഗമായ കപ്പലിന്, അതും കടലിന്റെ നടുവിൽ വെച്ച് ദ്വാരം വീഴുന്നതിലും മോശമായ മറ്റൊന്നുമില്ലല്ലോ. പക്ഷെ അള്ളാഹുവിന്റെ കാരുണ്യം ഇല്ലായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ കപ്പലിന് ദ്വാരം വീഴുന്നതിലും അതിഭീകരമായേനെ. അവരുടെ പിറകെ കപ്പൽ മോഷ്ടിക്കുന്ന ഒരു രാജാവുണ്ടായിരുന്നു. ഇവരുടെ കപ്പലിന് ദ്വാരം കണ്ടതിനാൽ അത് വേണ്ടെന്ന് വെക്കുകയും അടുത്ത കരയിൽ വെച്ച് അറ്റകുറ്റപ്പണി നടത്തി യാത്ര തുടരുകയും ചെയ്തു. ഇതിൽ ഏതാണ് പ്രയാസകരം? അല്പനേരം പ്രയാസത്തിന് ശേഷം കാര്യങ്ങളൊക്കെ പഴയ മുറയ്ക്ക് ആവുന്നതോ, അതല്ല കൊള്ളക്കാരനായ രാജാവ് കപ്പൽ മോഷ്ടിച്ച് യാത്രക്കാരെ നടുക്കടലിൽ ഉപേക്ഷിച്ചു പോകുന്നതോ? വലിയ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ അള്ളാഹു ചെറുതുകൊണ്ട് പരീക്ഷിക്കും. അവൻ എത്ര ഉന്നതൻ! അവന്റെ പരീക്ഷണങ്ങളും യഥാർത്ഥത്തിൽ അനുഗ്രഹമാണ്.